കാതിൽ മഴയായി പാടും കാറ്റേ കടലേ, കാതിൽ മഴയായി പാടൂ കാറ്റേ കടലേ. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൽ കുളിർത്താരോ, മധുരമാം പാടും മണിശങ്കുകളായി കാതിൽ മഴയായി പാടൂ കാറ്റേ കടലേ. ആരും എൻ്റെ പാട്ടിയായിട്ട് ഓടിപ്പോലെ, മഴയൊക്കെയല്ലേ ഒരു വൈബായിക്കോട്ടെ എന്ന് വെച്ച് പാടിയതാട്ടോ. എന്താണെന്നറിയില്ല, മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശപ്പാ. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാറുണ്ടോ ഗൈസ്? അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് പോരെ, നമുക്ക് ഒരുമിച്ചൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. കട്ട്ലറ്റൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാമെന്ന് എനിക്കറിയാം, എങ്കിലും നമ്മുടെ വിശപ്പ് മാറ്റണമല്ലോ. എന്ത് രസാലേ, നല്ല മഴ, ആഹാ, അതിൻ്റെ കൂടെ ഒരു ചൂട് ചായയും നല്ല ക്രിസ്പിയായ നല്ല ചൂട് കട്ട്ലറ്റും. ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷമില്ല ഗൈസ്. ഞാൻ അത്ര നല്ല കുക്കൊന്നും അല്ലാട്ടോ ഗൈസ്, ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില വശപ്പശകളൊക്കെ എൻ്റെ റെസിപ്പീസിൽ കാണും. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക. ഇവിടെ വരെയുള്ള എല്ലാം വളരെ വളരെ ശരിയായിരുന്നു. ഇവിടെയാണ് പ്രശ്നം വന്നത്. പൊട്ടറ്റോനെ സ്മാഷ് ചെയ്യണതിന് പകരം ഞാനൊന്ന് അരച്ചു. അതുമാത്രം വേണ്ടായിരുന്നു എന്ന് തോന്നി. പിന്നെ നമുക്ക് പിന്നെ കാഞ്ഞ ബുദ്ധി ആയതുകൊണ്ട് നമ്മളതിൽ ബ്രെഡൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തു. നമ്മളോടാ കളി, നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കണു. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെപ്പ് ഏതാ? പണ്ട് നമ്മൾ ക്ലേ ഒക്കെ വെച്ചിട്ട് വട്ടവും ത്രികോണവും ഒക്കെ ഉണ്ടാക്കില്ലേ, അതുപോലൊരു ഫീലായിരുന്നു. ഇനിയിപ്പോൾ എന്താ, ആ മൈദയിലിട്ട് അങ്ങോട്ട് മുക്കിയെടുക്കുക. ബ്രെഡിൽ പൊതിയാൻ മറക്കല്ലേ. പറയണ പോലെ അത്ര എളുപ്പമല്ല, കുറച്ച് സമയമൊക്കെ എടുത്തു ഉണ്ടാക്കാൻ. പക്ഷെ ഫൈനൽ റിസൾട്ട് അടിപൊളിയായിരുന്നു ഗൈസ്. ഞാൻ എന്നെ തന്നെ പൊക്കി പറയാമെന്ന് വിചാരിക്കരുത്, പക്ഷെ അടിപൊളിയായിരുന്നു. കുറച്ച് ടൈം എടുത്ത് എന്താ, സാധനം സെറ്റായി കിട്ടിയാൽ പോരെ. നമുക്ക് സന്തോഷം, കഴിക്കുന്ന മറ്റുള്ളവർക്ക് സന്തോഷം. നിങ്ങൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.